കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദം വസ്തുതകൾ മനസ്സിലാക്കാതെ ഉണ്ടായതും രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടെ സൃഷ്ടിച്ചതുമാണെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. മാർച്ച് മാസത്തിൽ പദ്ധതി പണം പരമാവധി ചെലവഴിക്കണമെന്നുള്ളതുകൊണ്ട് പല പദ്ധതികൾക്കും ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകാറുണ്ട്. ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതിയുടെ 60% തുകയായ 27 ലക്ഷത്തോളം രൂപ മുൻകൂറായി നൽകിയത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ നിയമവിരുദ്ധ നടപടികളോ ഉണ്ടായിട്ടില്ല. നിരവധി നഗരസഭകളിൽ ഈ പദ്ധതി നടപ്പാക്കി വരികയാണ്. ഇവിടങ്ങളിൽ എല്ലാം തന്നെ നടപ്പാക്കുന്നത് കായംകുളത്തും ടെൻഡർ എടുത്ത അംഗീകൃത കമ്പനിയാണ്. നടപ്പാക്കിയിടത്തെല്ലാം 60% തുക മുൻകൂറായി നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി ബന്ധപ്പെട്ടുയർന്നിരിക്കുന്ന വിവാദം വസ്തുതകൾ മനസ്സിലാക്കാതെയും രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടെ സൃഷ്ടിച്ചതുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. കായംകുളത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കക്കൂസ് മാലിന്യങ്ങൾ കോരിമാറ്റാൻ കഴിയാതെ ഏറെ പ്രയാസപ്പെട്ട് കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ നഗരസഭ തീരുമാനിച്ചത്. പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ നഗരസഭാ സെക്രട്ടറിയാണ്. മാർച്ച് മാസത്തിൽ പദ്ധതി പണം പരമാവധി ചെലവഴിക്കണമെന്ന് ഉള്ളതുകൊണ്ട് പല പദ്ധതികൾക്കും ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകാറുണ്ട്. കായംകുളം നഗരത്തിലെയും പരിസര പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് പദ്ധതിയുടെ 60% തുകയായ 27 ലക്ഷത്തോളം രൂപ മുൻകൂറായി നൽകിയത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ നിയമവിരുദ്ധ നടപടികളോ ഉണ്ടായിട്ടില്ല. വാഹനത്തിന്റെ താൽക്കാലിക രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് എന്നിവയടക്കം നഗരസഭയുടെ പേരിൽ ലഭിച്ചതിനു ശേഷമാണ് മുൻകൂർ തുക ബന്ധപ്പെട്ട കമ്പനിയായ ഭൗമ എൻവയോൺ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നഗരസഭ നൽകിയത്. ദിവസങ്ങൾക്കകം തന്നെ നിർദ്ദിഷ്ട മൊബൈൽ പ്ലാന്റ് നഗരസഭയിൽ എത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്ന പദ്ധതിക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 2024 നവംബർ 15 കൂടിയ നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച പദ്ധതി 2024 നവംബർ 23 കൂടിയ നഗരസഭാ കൗൺസിൽ അംഗീകരിക്കുകയും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് അയക്കുകയും ചെയ്തു. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 21 ഈ ടെൻഡർ വിളിച്ചു. ഈ ടെൻഡർ പ്രകാരം ലഭ്യമായ ടെൻഡറിൽ കുറഞ്ഞ കൊട്ടേഷനായ 46,48,610 രൂപയ്ക്ക് ഭൗമ എൻവയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കരാർ ലഭിച്ചു. കേരളത്തിൽ തന്നെ ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, മഞ്ചേരി, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലടക്കം നിരവധി നഗരസഭകളിൽ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ നടപ്പാക്കുന്നത് ഭൗമ എൻവയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ്. ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ളതും സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്ക് അംഗീകാരം നൽകുന്ന സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയായ വാഷിന്റെ അംഗീകാരമുള്ളതുമായ കമ്പനിയാണിത്. നടപ്പാക്കിയെടുത്ത് എല്ലായിടങ്ങളിലും ഒരേ വിലയ്ക്ക് തന്നെയാണ് ടെൻഡർ കമ്പനി എടുത്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ കമ്പനിയുമല്ല. നടപ്പാക്കിയെടുത്തെല്ലാം 60% തുക അഡ്വാൻസായി നൽകിയിട്ടുമുണ്ട്. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കിയേ തീരൂ. കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് കോടിക്കണക്കിന് രൂപ ഹരിത ട്രൈബ്യൂണൽ ഫൈൻ ഇടുന്ന സ്ഥിതി ഉണ്ടാകും. ഈ പദ്ധതി നടപ്പാക്കുന്നത് വഴി നഗരം മാലിന്യമുക്തം ആകുന്നതോടൊപ്പം നഗരസഭയ്ക്ക് വലിയ വരുമാനവും ലഭിക്കും. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതിയോ ക്രമക്കേടോ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം കായംകുളം നഗരം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നഗരസഭ നടത്തിവരുന്നത്. വീടുകളിലും ജലാശയങ്ങളിലും അപകടകരമായ നിലയിൽ കോളിഫോം ബാക്ടീരിയകൾ കലർന്നിട്ടുണ്ട്. കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാനാകൂ. ഇതിനുവേണ്ട ശക്തമായ പരിശ്രമമാണ് നഗരസഭ നടത്തിവരുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മൊബൈൽ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നഗരസഭാ കൗൺസിൽ കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. വസ്തുതകൾ ഇതാണെന്നിരിക്കെ നഗരത്തിൽ നടന്നുവരുന്ന വൻ വികസന പ്രവർത്തനങ്ങളെ അഴിമതിയുടെ മൂടുപടലങ്ങൾ സൃഷ്ടിച്ച് തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ വലിയ തുക വാങ്ങി കക്കൂസ് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുകയും അത് റോഡ് വക്കിലും ഓടകളിലും നിക്ഷേപിച്ചിട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. നഗരസഭയുടെ ഈ പദ്ധതിയെ തകർക്കേണ്ടത് ഇത്തരം ശക്തികളുടെയും ആവശ്യമാണ്. വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടിയാണ് ഒരു കൂട്ടർ സമരം നടത്തുന്നതെന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.